ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങിയുടെ മനോഹാരിത അതിമനോഹരമായി നിറഞ്ഞു നിൽക്കുമ്പോൾ പെരുമ്പടപ്പ് പാലം ഇറങ്ങി എങ്ങും പോന്നു കഴിഞ്ഞാൽ കുമ്പളങ്ങിയുടെ 1-ാം വാർഡാണ്. 1-ാം വാർഡിൽ മത്സരിക്കുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി KV സാബു ഉണ്ട്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷിമി ജോഷിയും ഇന്നൊരു ചായ ചർച്ചയ്ക്ക് നമ്മളോടൊപ്പം ചേരുകയാണ്. രാവിലെ നിങ്ങൾ പ്രചരണ പരിപാടികളുമായിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണോ ചായക്കടയിലേക്ക് കയറി? ഞങ്ങളൊരു 7 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇത് ബാബു നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ്. അവിടെ നിന്ന് ഒരു ചായ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കയറിയതാണ്. ഷിമി ഇപ്പോൾ മറ്റേ ബ്ലോക്ക് തലത്തിലേക്ക് മത്സരിക്കുകയാണല്ലോ. അപ്പോൾ ഷിമീനെ ഞാൻ ഒരു ഗ്യാപ്പിന് കിട്ടി. അപ്പോൾ ഷിമീനെ കൊണ്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. എന്താണ് സാബു ചേട്ടനെ ഈ ഒരു മത്സര രംഗത്തേക്ക് വരാനായിട്ടുള്ള കാരണം? കാരണം ഒരു എന്താ പറയുന്ന ഗവൺമെൻറ് സർവീസിൽ നിന്നും വിരമിച്ചു, അതിനുശേഷം സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നു. സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമാണ്. നമ്മൾ ഇപ്പം ഗവൺമെൻറ് സർവീസിലായിരുന്നു, കഴിഞ്ഞ സെപ്റ്റംബറിൽ റിട്ടയർ ചെയ്തു. സർവീസിലിരിക്കുമ്പം ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നല്ലോ, ആയുഷിലായിരുന്നു. സർവീസിലിരിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി അല്ല ആയുർവേദത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം ആശ അറിയാമല്ലോ, ആശ കൊച്ചിയിലെ കലാകാരന്മാരുടെ സംഘടനയാണ്. അർജുന മാസ്റ്റർ സ്ഥാപിച്ചതാണ്. ആശ ഇപ്പോൾ 25ാമത്തെ വർഷമാണ്. ആശയുടെ 2ാമത്തെ ടൈമിൽ ഇപ്പോൾ സെക്രട്ടറിയാണ്. 3 വർഷത്തോളമായി സെക്രട്ടറി ആയിട്ട്. അതുപോലെ അർജുന മാസ്റ്റർ ഫൗണ്ടേഷൻ്റെ സാരഥിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലൂടെയാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പം ഞങ്ങളുടെ കാറ്റഗറിക്കൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. 7.5 വർഷം സംഘടനയെ നയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലുടനീളം സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടും സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും ആയുർവേദത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം, സംഘടനാ പാരമ്പര്യമാണ് നമ്മളിലുള്ളത്. അപ്പം കൊച്ചിയിലെ സാംസ്കാരിക രംഗത്തുമായിട്ടൊക്കെ പ്രവർത്തിച്ച് അത്യാവശ്യം മോശമില്ലാത്തൊരു ഇമേജുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളോട് ഒരേപോലെ ബന്ധമുള്ളവരാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുമ്പളങ്ങിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടുത്തുയർത്തുന്നതിൽ ഇടിയും തല്ലുമൊക്കെ കൊണ്ട് അങ്ങനെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അങ്ങനെ വന്ന ഒരു ആളുടെ മകനാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് LDF ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സാബുചേട്ടനെ കൊണ്ടുവന്നത്. ഒപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കണ്ടെത്തലാണ് അവർ ചെയ്തത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥിത്വമാണ്. അപ്പം റിട്ടയർ ചെയ്തതിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, നമ്മുടെ മുഖ്യധാരയിലുള്ള എല്ലാ പാർട്ടിക്കാരും അവരോടൊപ്പം വരണം എന്നുള്ള അഭ്യർത്ഥനമായിട്ട് എൻ്റെ അടുത്ത് സമീപിച്ചിരുന്നു. അപ്പോൾ ആർക്കും പിടികൊടുക്കാതെ നിൽക്കുകയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രീതിയിലേക്ക് പോകാം, രാഷ്ട്രീയ അത്ര വഴക്കമില്ല, അങ്ങനെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം CPM PA പീറ്റർ എന്നോട് സമീപിച്ച് ഇങ്ങനെ നിൽക്കണം, ഞങ്ങളിങ്ങനെ കണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഗണിക്കൂ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സീറ്റ് ചർച്ചകളൊക്കെ, ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ പുരോഗമിച്ചപ്പോഴേക്കും എല്ലാവരും ഇടതുപക്ഷ CPIക്കാരും CPMകാരും ഒക്കെ കൂടി വന്ന് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ 1-ാം വാർഡിലേക്ക് നിൽക്കുന്നത്. 1-ാം വാർഡ് കോൺഗ്രസ് പാരമ്പര്യം, അതായത് 45 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ ഉള്ളംകൈയിലിരിക്കുന്ന അവരുടെ സ്ഥിരം സീറ്റാണ്. അതായത് കുമ്പളങ്ങിയിലെ പ്രസിഡന്റുമാരെ വാർത്തെടുത്തിട്ടുള്ള സീറ്റുകളാണ്, വാർഡാണ്. പ്രസിഡന്റുമാർ മാറി വന്നിട്ടുള്ള പ്രസിഡന്റുമാരൊക്കെ 1-ാം വാർഡിലെ സംഭാവനകളാണ്. അപ്പം അവിടെ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥിത്വം വരുന്നത്. അപ്പം ഇതിപ്പം കുമ്പളങ്ങിയെ സംബന്ധിച്ച് ഒരു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അപ്പം ഇത്രയും വർഷത്തെ പാരമ്പര്യത്തിൽ നിന്ന് ആ സീറ്റിലേക്ക് ഒരു ആള് മാറ്റം എന്ന രീതിയിലുള്ള ഒരു ഏതായാലും അത്തരത്തില് സൗജന്യം മത്സരിക്കുമ്പോൾ ഒപ്പം തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി ബ്ലോക്കിലേക്ക് ഷിമി നമസ്കാരം. എന്ത് പറയുന്നത് മത്സരിക്കാൻ വരുമ്പോൾ? രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ KCYM പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രസ്ഥാനത്തിലൂടെ ഞാൻ വളർന്നു വന്നൊരു നേതാവാണ്. അപ്പോൾ അതിലൂടെയാണ് ഞാനിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. എന്ത് പറയുന്നു, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ പ്രചരണ രംഗത്തേക്ക് പോയപ്പോഴുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? പോസിറ്റീവ് ആയിട്ടാണ്. ഇപ്പോൾ 1-ാം വാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ എൻ്റെ ക്യാപ്ഷൻ എന്നുള്ള ഒരു യുവജനങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങണം. കുമ്പളങ്ങി പഞ്ചായത്തിൽ തന്നെ ഒരു മാറ്റം വേണം. അത് എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്.
എന്തെല്ലാം ഒരു നമ്മളുടെ കുമ്പളങ്ങിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വികസന സ്വപ്നങ്ങളൊക്കെ ഷിമി എന്ന് പറയുന്ന ഒരു യുവ സുഹൃത്തിന് ഉണ്ടാകുമല്ലോ, എന്താണ് അത് പങ്കുവെക്കുവാനുള്ളത്? ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമമെന്ന് നമ്മൾ അറിയപ്പെടുന്ന കുമ്പളങ്ങി, ഇപ്പോൾ KV തോമസ് മാഷ് തന്നെയാണ് നമ്മളുടെ ഇവിടെ ഇത് പ്രഖ്യാപിച്ചത്. പക്ഷേ കുമ്പളങ്ങി നമ്മളിവിടെ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇനോഗ്രേഷനാണെന്ന് മാത്രമേ അത് തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു പ്രവർത്തനവും നമ്മുടെ ഇവിടെ ഇല്ല. ഇപ്പോൾ മേത്താനം ഇതിൽ വരുന്ന ഗസ്റ്റ് ആണെങ്കിലും ഒരു ഓട്ടോറിക്ഷയിൽ കലഞ്ചേരിയിലേക്ക് വരുന്നു, അല്ലാതെ നമ്മളുടെ പ്രാചീനമായിട്ടുള്ള ഫുഡുകളാണെങ്കിലും ആ ഒരു ഫോറിനേഴ്സിന് മാത്രമാണുള്ളത്. നമ്മളുടെ ഇവിടെ ജനങ്ങൾ ഫുഡ് പരമായ കാര്യങ്ങളിൽ എല്ലാത്തിലും ഭയങ്കര ഉള്ളതാണ്. പക്ഷേ ഒരു പ്രമോഷൻ നമ്മളുടെ ഇവിടെ നിന്നുള്ള പഞ്ചായത്തിലില്ല. പല പ്രവർത്തനങ്ങളും തുടങ്ങി വെക്കുന്നുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലോക്കിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. നമുക്ക് 5 വാർഡ്, നമ്മുടെ അഴിക്കകം പ്രദേശം 16 മുതൽ 1 വരെയുള്ള വാർഡുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ കുടുംബ സംഗമത്തിലും ചെല്ലുമ്പോൾ യുവാക്കൾ പറയുന്നത് നമുക്ക് കളിസ്ഥലം കുമ്പളങ്ങിയിലെ നമ്മളുടെ ഇവിടെ നമ്മുടെ യുവാക്കൾ വഴിതെറ്റി പോകുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഒരു കളിസ്ഥലം നമുക്ക് അത്യാവശ്യമാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. LDF കളിസ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം എന്താണ് അതിന് വേണ്ടിയിട്ട് നൽകുന്ന വാഗ്ദാനം? എന്താണ് നമ്മളുടെ ഇന്നിപ്പോൾ 5 മണിക്കാണ് നമ്മുടെ പ്രകടന പത്രിക ഇറങ്ങുന്നത്. ഇപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഇപ്പോൾ 5 മണിക്ക് ശേഷമേ നമുക്ക് അതെന്താണ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കളിസ്ഥലത്തിന് നമുക്കൊരു കളിസ്ഥലത്തിൻ്റെ അനുബന്ധിച്ച് CRFൻ്റെ ബന്ധപ്പെട്ട എന്തോ ഇതുകൊണ്ടിട്ടാണ് അവിടെ നമുക്ക് കളിസ്ഥലം വരാൻ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ എന്തായാലും കളിസ്ഥലം വരും. അതിന് നടപടി ഉണ്ടാവും. നമ്മുടെ MLA അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. നല്ല ടീം തന്നെയാണ് നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ ഇത് ജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വേണം കുമ്പളങ്ങി ഭരിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആശ്രാന്തം പരിശ്രമിക്കുന്നു. കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് LDFൻ്റെ ഭരണമായിരുന്നു. ആ ഒരു കാലയളവിൽ തുടങ്ങി വെച്ച കുറേ വികസന പദ്ധതികളൊക്കെ ഉണ്ട്. അത് നമുക്ക് വീണ്ടും ആ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നേടിയെടുത്തുകൊണ്ട് വിജയം ആവർത്തിച്ചുകൊണ്ട് നമുക്ക് തുടരാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തന്നൊരു വ്യക്തിയാണ് ജോബി പനക്കൽ. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രസ്ഥാനത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റൽ വളരെയേറെ ഒരു നിലയിലേക്ക് വന്നാണ്. നമുക്കൊരു അംഗീകാരം നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇനി വരുന്ന പ്രവർത്തനങ്ങൾ ജോബി നിർത്തിവെച്ച പ്രവർത്തനത്തിൽ നിന്ന് തുടർന്നുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വാർഡിലുണ്ടാവും. ജോബിയുടെ ഒരു വാർഡാണ്. ജോബിക്ക് അന്ന് 4 വാർഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്കൊരു 5 വാർഡായിട്ട് നമുക്ക് വന്നപ്പോൾ 19 വാർഡായിട്ടുണ്ട്. അതിൽ എനിക്ക് 16 മുതൽ 1 വരെയുള്ള വാർഡുകളാണ് എനിക്കുള്ളത് ബ്ലോക്കിലേക്ക്. അപ്പോൾ ആ വാർഡിലെല്ലാം നമുക്ക് LDFൻ്റെ സാരഥികൾ ആരൊക്കെയാണ്? നമുക്ക് 16ാം വാർഡിലാണെങ്കിൽ നമ്മളുടെ മുൻ പ്രസിഡൻ്റായിരുന്ന മാർട്ടിൻ ചേട്ടനാണ്. 17ാം വാർഡിൽ ജെൻസി ആൻ്റണിയാണ്. 18ൽ പുതിയൊരാളാണ് സ്വപ്ന രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. 19ാം വാർഡിൽ ഉള്ളത് ലിനി ലൈജു. പിന്നെ 1ാം വാർഡിൽ നമ്മുടെ സാബു ചേട്ടനാണുള്ളത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളും ഒപ്പം ഷിമിയും വലിയ വിജയപ്രതീക്ഷയാണ് വെച്ചുള്ളത്. അതെ, നമ്മളൊരു കുമ്പളങ്ങിൻ്റെ ഒരു ചരിത്ര വിജയമാണ് നമ്മൾ ഇതാക്കുന്നത്. നമ്മളുടെ ഒരു 40 വർഷത്തോളമായി നമ്മുടെ കുമ്പളങ്ങിയിൽ കോൺഗ്രസിൻ്റെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെങ്കൊടി പാറിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. വിജയം സുനിശ്ചിതമാണ്. ഏതായിരുന്നാലും ഷിമി ഒരു യുവജന സാമൂഹ്യ പ്രവർത്തകയായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ജനവിധി തേടുവാനായിട്ട് വരികയാണ്. കുമ്പളങ്ങിയിലെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഷിമി വെച്ച് പുലർത്തുന്നത്. ഷിമിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും മെട്രോ 7ൻ്റെ പേരിൽ നേരുകയാണ്. ഓക്കെ, താങ്ക് യു. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ സ്ഥാനാർത്ഥിയാന്ന് വെച്ചാൽ ഞാൻ വന്ന 31ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട്. വന്നു ഇപ്പോൾ തുടങ്ങി കാണുന്ന ആളല്ലേ. എനിക്കറിയാം സാബു വന്നാൽ എന്തായിരിക്കും, നമ്മുടെ നാടിന് വേണ്ടി എന്തെല്ലാം ചെയ്യും, നമ്മുടെ വാർഡിന്. എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കട്ടെ. പുള്ളിനെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും പുള്ളിക്ക് വോട്ട് ചെയ്യുള്ളൂ. പുള്ളി അങ്ങനെയുള്ളൊരു പ്രവർത്തനമല്ല. ആർക്കും എന്തും നോക്കൂല, രാഷ്ട്രീയമൊന്നും നോക്കൂല. ഏത് സമയത്തും എന്ത് വേണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു പ്രവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും നല്ല സഹകരണമുള്ള മനുഷ്യനാണ്. അതൊരു വലിയ ഭാഗവുമില്ല. അങ്ങനെ വേണം മനുഷ്യർ. ഓൾമോസ്റ്റ് ഞങ്ങളൊക്കെ ഒരു 10-12 വയസ്സ് മുതൽ തന്നെ ഗ്രൗണ്ട് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ എനിക്ക് 32 വയസ്സായി. ഇപ്പോഴും ആയിട്ടില്ല. നിലവിൽ ഇനി ഉള്ള കുട്ടികൾക്കെങ്കിലും
ഗുണകരമായിട്ടുള്ള രീതിയിൽ ഗ്രൗണ്ട് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ ഏജ് കഴിഞ്ഞെങ്കിൽ കൂടി താഴെയുള്ള കുട്ടികൾക്ക് ഗുണമാവട്ടെ, അതാണ് ആഗ്രഹിക്കുന്നത്. കുമ്പളങ്ങിയിൽ ഒരു ഗ്രൗണ്ട് വരുത്തുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിലവിലത് തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുണ്ടാവും. നമ്മൾ ഈ ഒരു ഇത്രയും നേരം നമ്മൾ ഒരുമിച്ച് ചേർന്ന് നടന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു അനുഭവം, അതുപോലെ തന്നെ ഇത്രയും ദിവസത്തെ ആ ഒരു നമ്മളുടെ നാട്ടുകാരോടൊപ്പം ചേർന്നപ്പോഴൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം എന്താണ്? തീർച്ചയായിട്ടും വളരെ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാം നമ്മളോടൊപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ നാലര പതിറ്റാണ്ട് കാലം ഇവിടെ യാതൊരു വികസനമില്ലാതെ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ ഈ വാർഡിലെ ജനങ്ങൾ വളരെയേറെ ആഗ്രഹിക്കുന്നു. എന്തായാലും ജനങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമമായിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്തിൽ റിംഗ് റോഡ് ആ ഒരു പദ്ധതി എന്തായാലും ആവിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം LDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ നമ്മുടെ യുവാക്കളുടെ ചിരകാല സ്വപ്നമായ പൊതു കളിസ്ഥലം ഈ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ പൊതു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കും. അതൊരു വാചകം മാത്രമായിട്ട് മാറ്റാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെന്തായാലും ഒരു ഫലം ഉണ്ടാവും, പൊതു കളിസ്ഥലം ഉണ്ടാവും. നമുക്കിവിടെ കുമ്പളങ്ങിയിൽ ഒരു പൊതു മാർക്കറ്റ് എന്തായാലും ഉണ്ടാവും. അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഹാള്, നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്തിൽ ഇതുവരെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പൊതു കമ്മ്യൂണിറ്റി ഹാളില്ലാത്ത ഒരേ ഒരു പഞ്ചായത്ത് ചിലപ്പോൾ കുമ്പളങ്ങി ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ മാറ്റം ഉണ്ടാവും. പൊതു കമ്മ്യൂണിറ്റി ഹാളുണ്ടാവും, പൊതു കളിസ്ഥലം ഉണ്ടാവും. നമ്മുടെ കായലിലെ എക്കൽ പ്രശ്നം അത് പരിഹരിക്കപ്പെടും. ഈ വേലിയേറ്റം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവിടെ അവരുടെ ആ ഗ്രൗണ്ട് ഉയർത്താനുള്ള പദ്ധതിയും കൂടി ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഇവിടെയുള്ള പാലിയേറ്റീവ് അല്ലെങ്കിൽ സ്ഥിര ചികിത്സ വേണ്ടി വരുന്ന ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കും. നമ്മുടെ ഈ വാർഡിലുള്ള ഒരേ ഒരു സർക്കാർ സ്ഥാപനമാണ് ആയുർവേദ ഡിസ്പെൻസറി. ആ ആയുർവേദ ഡിസ്പെൻസറിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും. അവിടെ എപ്പോഴും മരുന്നിൻ്റെ ലഭ്യത ഉറപ്പാക്കും. പിന്നെ ഇവിടുത്തെ പൊതു ഇടങ്ങളൊക്കെ വൃത്തിയാക്കും. റോഡ് ഇടവഴികളൊക്കെ അതിൻ്റെ ശോച്യാവസ്ഥകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നിർമ്മിക്കും. ഒക്കെയാണ് ഇപ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് ഇടതുമുന്നണി ഈ പ്രാവശ്യം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുവാനായിട്ട് സൗജന്യ പോലെയുള്ള, ഷിമിയെ പോലെയുള്ള, ജോബിയെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് കുമ്പളങ്ങിയിലെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം മാറ്റം സംഭവിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും ജനവിധി തേടുവാനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. അതിൽ ഒരു സാമൂഹിക പ്രവർത്തകനും നാടിനറിയുന്ന ഒരു വ്യക്തിയെ കൂടെയാണ് ഇവിടെ KV സാബു എന്ന വ്യക്തിയിലൂടെ ഇടതുമുന്നണി ഈ കുമ്പളങ്ങിയിലെ 1-ാം വാർഡിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മാറ്റം അതുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ അണിചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും Metro 7 ന്യൂസിൻ്റെ പേരിൽ നേരുകയാണ്. താങ്ക് യു. ക്യാമറ പേഴ്സൺ ലിജൻ ജെയിംസിനൊപ്പം റിഡ്ജൻ റബല്ലോ.